ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്ക് ശക്തമായി ന്യായീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ. ശബരിമല പ്രത്യേക വിഭാഗ ക്ഷേത്രമാണെന്നും മതപരമായ കാര്യങ്ങളിൽ സ്വന്തമായി നോക്കി നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ട്. ശബരിമലയിൽ ലിംഗവിവേചനമില്ല, യുവതീ പ്രവേശന വിലക്ക് മാത്രമേ ഉള്ളൂ എന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശബരിമല ക്ഷേത്രം പ്രത്യേക വിഭാഗ ക്ഷേത്രമാണ്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തീരുമാനിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനുമുള്ള അധികാരം ക്ഷേത്രത്തിനുണ്ട് എന്നാണ് ബോർഡിൻ്റെ നിലപാട്. ശബരിമല ക്ഷേത്രത്തിൽ ലിംഗവിവേചനമില്ല. ഭരണഘടനയുടെ 14-15 അനുച്ഛേദത്തിന്റെ ലംഘനം ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്നുവെന്ന വാദവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരാകരിക്കുന്നു. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പൂർണ്ണമായും ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന വാദം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചു. മതാചാരത്തിൽ കോടതികൾക്ക് ഇടപെടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്ന വാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മതാചാരം മതത്തിൻ്റെ ഭാഗമാണോ എന്ന കാര്യം മാത്രമാണ് കോടതിക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. മതാചാരത്തെ സംബന്ധിച്ചുള്ള വിധി പറയാൻ മതേതര ജഡ്ജിമാർക്കാകില്ല എന്നും ബോർഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 130-ലധികം പേജുകൾ ദൈർഘ്യമുള്ള വാദങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ 12 പേജോളം ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ നിലപാട് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.